ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയി കിട്ടോ ഇനി. കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. ഷഹബാസിനെ കൊന്ന നരാധമന്മാരിൽ ഒരാളുടെ ശബ്ദ സന്ദേശമാണിത്. കൊലവെറി പൂണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു. ഇതിൽ പറയുന്നതും ഷഹബാസിനെ കൊല്ലണമെന്ന് തന്നെയാണ്. ആസൂത്രിതമായി എങ്ങനെ കൊലപ്പെടുത്താമെന്നും ഈ വിദ്യാർത്ഥി കൊലസംഘം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ ഭാവി ജീവിതം തന്നെ തുലച്ച ഈ കൊലയാളി സംഘത്തിന് നിയമത്തിന്റെ പഴുത് ലഭിക്കുന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പോരായ്മ. അത്രമേൽ ഒരു ജീവനെടുത്ത കൊലയാളി സംഘത്തിനെ നിയമം ചേർത്തു പിടിക്കുന്നുണ്ട്. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നും ഇവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എത്താ മോനെ എല്ലാം കഴിഞ്ഞല്ലേ. പിന്നെ ഈ ഷാബാസിനെ പറഞ്ഞല്ലേ, ഷാബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയണ്ടി, എനക്കൊന്നും ഇല്ലാന്നതിന് പറയണ്ടി. ഇപ്പൊ എന്തേ തടഞ്ഞ് തന്നെയൊന്നും അറിയൂലേ. ഞാൻ മര്യാദക്ക് തച്ചിട്ടല്ലോ. ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണ് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല. അതിൽ തന്നെ ഓനൊന്നായി ഇല്ലാണ്ടായിപ്പിച്ചു. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വെക്കില്ലാണ്ട് വാർന്ന് വെച്ചൊക്കെ തല്ലിനോ ചത്തു വരും. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആള്, ഓല് പരുന്നറുണ്ട് സ്കൂള്, മറ്റേ MJ എല്ലാരും ഒരു 50 ആൾക്കാർ, 30 40 50 30 40 ആൾക്കാർ. ഞങ്ങൾ ഒരു 5 ആള്. ഈ എന്ത് ചെയ്തു കിട്ടലൊക്കെ കിട്ടി. ഫുള്ള് അലമ്പായിരിക്കാൻ കേട്ടി എന്റെ സീൻ ചെയ്താ ഇങ്ങനെ ചൊറയുവാക്കി കൊണ്ടായി. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വൈവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാദേ എന്തേ പൊരുത്തപ്പെട്ടോ. ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. പിന്നെയും ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേ പറഞ്ഞു ഇല്ലല്ലോ. മുകളിൽ അച്ഛനച്ച് ഞാൻ എന്നോട് നല്ലോണം എന്നെ പറഞ്ഞു. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നതാ. പിന്നെ ഇന്നത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പൊ നിങ്ങൾ MJ ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി കുടിയായി എല്ലാരും കൂടി അടയ്ക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേ തന്നെ ചെയ്യേണ്ടി പറഞ്ഞതാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലോ ഒക്കെ എന്തേലും പൊരുത്തപ്പെട്ടു കൊണ്ടല്ലോ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടി നടക്കുന്നു. ഇതിനിടെ സംഘർഷമുണ്ടാകുന്നു. ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടി. ഈ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSSലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികളെ ജാമ്യക്കാർക്കൊപ്പം വിട്ടയച്ചിരുന്നു. നേരത്തെ വധശ്രമം ചുമത്തിയ കേസിൽ IPC 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പിന്നീട് ചുമത്തപ്പെട്ടത്. ഗൂഢാലോചന കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നു. ആക്രമിച്ചവരിൽ മുതിർന്നവരുണ്ടെന്നും ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മന്ത്രി V ശിവൻകുട്ടിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയി കിട്ടോ ഇനി. കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് ഇത് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. എത്താ മോനെ എല്ലാം കഴിഞ്ഞല്ലേ. പിന്നെ ഈ ഷാബാസിനെ പറഞ്ഞല്ലേ, ഷാബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയണ്ടി, എനക്കൊന്നും ഇല്ലാന്നതിന് പറയണ്ടി. ഇപ്പൊ എന്തേ തടഞ്ഞ് തന്നെയൊന്നും അറിയൂലേ. ഞാൻ മര്യാദക്ക് തച്ചിട്ടല്ലോ. ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണ് തന്നെ. ഫുള്ള് അലമ്പായിരിക്കാൻ കേട്ടി എന്റെ സീൻ ചെയ്താ ഇങ്ങനെ ചൊറയുവാക്കി കൊണ്ടായി. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വൈവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാദേ എന്തേ പൊരുത്തപ്പെട്ടോ. ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല.
ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഇന്നു മുതൽ നിലവിൽ വന്നു. എങ്കിലും ഭൂരിപക്ഷം ഓട്ടോകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ല. ഇന്നു മുതൽ MVD പരിശോധനയും ആരംഭിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇന്നു മുതൽ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നത് നിർബന്ധമാക്കുമെന്ന് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു. മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതും ഇതേ തുടർന്നുള്ള വാക്തർക്കങ്ങളും ഒഴിവാക്കാൻ സംസ്ഥാനതല തീരുമാനങ്ങളുടെ ഭാഗമായാണ് എല്ലാ ജില്ലയിലും നടപടി സ്വീകരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാർ അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് നിരവധി ജില്ലകളിൽ നിന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇന്നു മുതൽ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്കെതിരെ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്നും RTOമാർ പറയുന്നു. പരാതികൾ പരിഹരിക്കാൻ 2 മാസത്തിലൊരിക്കൽ യോഗവും ചേരും. മീറ്റർ ഇടാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ യാത്രക്കാരുടെ പരാതിയിലും നടപടിയെടുക്കും. മീറ്റർ ഇടാതെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയുടെ വീഡിയോയോ ഫോട്ടോയോ സഹിതം യാത്രക്കാർക്ക് ജോയിന്റ് RTOമാരുടെ നമ്പറുകളിൽ പരാതിപ്പെടാം. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. സംസ്ഥാനത്തെ വാഹന രജിസ്ട്രേഷൻ രേഖകൾ ഇന്നു മുതൽ ഡിജിറ്റലായി മാറും. അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പാകത്തിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പാകത്തിലാണ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയത്. കേന്ദ്ര സർക്കാർ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കർ, പരിവാഹൻ എന്നിവയിലും RCയുടെ ഡിജിറ്റൽ പകർപ്പ് ലഭിക്കും. അച്ചടി തടസ്സപ്പെട്ടതിനാൽ കുടിശ്ശികയുള്ള 10 ലക്ഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ഇതോടൊപ്പം ഡിജിറ്റലായി നൽകും. കാർഡിനുള്ള തുക ഈടാക്കിയിട്ടുള്ളതിനാൽ അച്ചടി പുനരാരംഭിക്കുമ്പോൾ ഇവ വിതരണം ചെയ്യും. കാക്കനാട്ടുള്ള അച്ചടി കേന്ദ്രത്തിന്റെ പ്രവർത്തനം താൽക്കാലമായി നിർത്തിവച്ചിട്ടുണ്ട്. അച്ചടി കരാർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനത്തിന് പ്രതിഫലം നൽകാത്തതിനെ തുടർന്നാണ് കാർഡ് വിതരണം തടസ്സപ്പെട്ടത്. 10 കോടി രൂപയോളം കുടിശ്ശികയുണ്ട്. ഇത് നൽകാത്തതിനാൽ അച്ചടി പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് കാർഡ് വിതരണം പൂർണ്ണമായി ഒഴിവാക്കി ഡിജിറ്റലിലേക്ക് മാറാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം അച്ചടി ചെലവ് ഇല്ലാതാകുന്നതിന്റെ സാമ്പത്തിക നേട്ടം വാഹന ഉടമയ്ക്കുണ്ടാകില്ല. ഫീസ് ഇനത്തിൽ സർക്കാരിനുള്ള വരുമാനം കുറയുന്നത് ഒഴിവാക്കാൻ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിലും ഇതേ രീതി അവലംബിച്ചിരുന്നു. പുതിയ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാകരുതെന്ന് ധനവകുപ്പ് കർശന നിലപാടെടുത്തതിനെ തുടർന്നാണിത്. വാഹനോടമകളെ ഏറെ വലച്ച പ്രശ്നത്തിനാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പരിഹാരമാകുന്നത്. RC അച്ചടിക്കാതെ അപേക്ഷയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകില്ല. മറ്റു സേവനങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും സാധിക്കില്ല. ഉടമസ്ഥാവകാശം മാറാൻ കഴിയാത്തത് സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ഉറക്കത്തിനൊരു മത്സരമുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. എങ്കിൽ ഇങ്ങനെയുള്ളവർക്കുള്ള മത്സരമാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നടന്നത്. 20 മിനിറ്റ് ഉറങ്ങി വേണം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ. സ്പെയിനിലാണ് ഈ ഒരു വേറിട്ട മത്സരം നടന്നത്. സ്പെയിനിന്റെ നാഷണൽ സ്ലീപ്പ് ചാമ്പ്യൻഷിപ്പ് സിയസ്റ്റ എന്നറിയപ്പെടുന്നു. പരമ്പരാഗത സ്പാനിഷ് ഉച്ചയുറക്കം ആഘോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർഷിക പരിപാടി കൂടിയാണ്. 2010 ആരംഭിച്ച ഈ മത്സരം സാധാരണയായി ഒരു മാഡ്രിഡ് ഷോപ്പിംഗ് സെന്ററിൽ ദിവസങ്ങളോളം നടക്കുന്നു. പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള സോഫകളിൽ 20 മിനിറ്റ് സെഷനുകൾ ഉറങ്ങാൻ പങ്കെടുക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. യഥാർത്ഥ ഉറക്കം സ്ഥിരീകരിക്കുന്നതിന് അവരുടെ ഹൃദയമിടിപ്പും നിരീക്ഷിക്കും. ഉറക്കത്തിന്റെ ദൈർഘ്യത്തെ അടിസ്ഥാനമാക്കി ജഡ്ജിമാർ പോയിന്റുകൾ നൽകും. കൂർക്കംവലി, അതുല്യമായ സ്ലീപ്പിംഗ് പൊസിഷനുകൾ, വ്യതിരിക്തമായ ഉറക്കവസ്ത്രങ്ങൾ എന്നിവയ്ക്ക് അധിക പോയിന്റുകൾ ലഭിക്കും. കൂടാതെ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളുമുണ്ട്. മികച്ച പ്രകടനം നടത്തുന്നവർക്ക് 1000 യൂറോ വരെ സമ്പാദിക്കാം. ആധുനിക ദ്രുതഗതിയിലുള്ള ജീവിതശൈലി കാരണം കുറഞ്ഞുവരുന്ന സിയസ്റ്റ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.